ഇത് പഴയൊരു പിങ്ക് വോഡ്കയുടെ കുപ്പി കയ്യിൽ കിട്ടി. അപ്പോൾ അതിൽ ചെയ്തതാണ്. ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ടെറേറിയം ചെയ്ത് തുടങ്ങിയിട്ട് 2 വർഷമായി. ഇതെൻ്റെ 111ാമത്തെ ടെറേറിയമാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ടെറേറിയമാണ്. ഇതിൽ ഞാൻ റെസിൻ വർക്കും ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു കടലിൻ്റെ ഒരു തീമിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു കുഞ്ഞ് 2 മനുഷ്യർ കടൽക്കരയിൽ വന്ന് നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് പൗർണമി ശങ്കർ. ഞാൻ 13 വർഷമായിട്ട് ജേർണലിസം മേഖലയിലായിരുന്നു. അവിടെ നിന്ന് റിസൈൻ ചെയ്ത ശേഷമാണ് ടെറേറിയത്തിലേക്ക് എൻ്റെ ഒരു ശ്രദ്ധ തിരിയുന്നത്. ആദ്യമൊക്കെ മാസത്തിൽ ഒരു 1-2 അങ്ങനെയൊക്കെ ആയിരുന്നു ഓർഡേഴ്സ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് 20 എണ്ണം ബൾക്ക് ഓർഡറാണ് വന്നത്. ഭയങ്കര സ്ട്രെയിനുള്ളൊരു വർക്കായിരുന്നു അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അവർക്ക് പെട്ടെന്ന് വേണം താനും, പക്ഷേ നമ്മളത് കൃത്യമായി ചെയ്തു കൊടുത്തു. അത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേഷൻകാർ അവരുടെ റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ജീവനുള്ള ഒരു നല്ല ഗിഫ്റ്റ് വേണം എന്നൊരു ഓപ്ഷൻ അങ്ങനെ എത്തിയതാണ് ഇവിടേക്ക്. അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സന്തോഷം. ഇത് ഇപ്പോൾ കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് ആൾക്കാർ വാങ്ങുന്നത് ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് കൂടുതലും ഹൗസ് വാമിങ്ങിനും മറ്റുമായിരിക്കും. സാധാരണ ആൾക്കാർ പ്രഷർ കുക്കറും പഴയ പോലെ പുട്ടുകുറ്റിയൊക്കെ കൊടുക്കുന്നതിന് പകരം ജീവനുള്ള എന്നാൽ നോക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഗിഫ്റ്റ് എന്ന രീതിയിലാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. ഒരേപോലെ ചെടികളോട് ഇഷ്ടവും അതേസമയം സമയം ഇല്ലാത്തവരായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സംഭവമാണ് ടെറേറിയം എന്ന് പറയുന്നത്. വീട്ടിൽ പച്ചപ്പ് ഉണ്ടാവുകയും ചെയ്യും, എന്നാൽ അതിനെ നോക്കാനായിട്ട് പ്രത്യേകം മെനക്കെടേണ്ട ആവശ്യവും വരുന്നില്ല. അതാണ് ടെറേറിയത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമ്മൾ ടെറേറിയത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷനിങ് ആണ്. അതായത് എവിടെ കൊണ്ടുവയ്ക്കുന്നു എന്നുള്ളതാണ്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഒരു സ്ഥലത്താവണം ടെറേറിയം വെക്കേണ്ടത്. എന്നാൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് തന്നെ വേണം വെക്കുകയും. അപ്പോൾ ആ സ്പോട്ടാണ് കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് വെച്ച് കഴിഞ്ഞാൽ പകുതി പണി തീർന്നു. പിന്നെ രണ്ടാമത്തെ പണി എന്ന് പറയുന്നത് ഇതിൽ ഈ വെള്ളത്തുള്ളികൾ കണ്ടില്ലേ, അതായത് ഇത് മഴ പെയ്യുന്നു എന്നാണ് പറയുന്നത്. ടെറേറിയത്തിനുള്ളിൽ മഴ പെയ്യുന്ന ഒരു എഫക്റ്റാണ്. നമ്മൾ ആദ്യം ഒഴിക്കുന്ന ഈ വെള്ളം തന്നെയാണ് ഇതിനുള്ളിൽ സൈക്കിൾ പോലെ ഇങ്ങനെ മഴ പോലെ താഴോട്ട് വരുന്നത്. പിന്നീട് വേറെ കാര്യമായ മെയിൻ്റനൻസ് ഒന്നുമില്ല. അത്യാവശ്യം വേണമെങ്കിൽ തുറന്നിട്ട് ഇതിൽ ഈ ഉണങ്ങിയ ഇലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മാസത്തിലൊരിക്കൽ മാത്രം അതങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നുമില്ലാത്ത ഒരു സംഭവമാണ് ടെറേറിയം എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ടെറേറിയം എന്ന് പറയുന്നത് 25 വർഷം വരെ പഴക്കമുള്ളതാണ്. അത് ഇതുവരെ തുറന്നിട്ട് പോലുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ക്ലെയിം ചെയ്യുന്നില്ല. ഇത് 3 മാസത്തിലേറെയായ ഒരു ടെറേറിയമാണ്. ഇത് ചെയ്തു കഴിഞ്ഞ് ഒരിക്കൽ മാത്രം കണ്ട് എനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇത് ഏകദേശം 2 മാസമായിട്ടുള്ള ടെറേറിയമാണ്. നല്ല കുപ്പി കണ്ടപ്പോൾ വാങ്ങി അതിൽ സെറ്റ് ചെയ്തതാണ്. വരുമാനം എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഈ ബിസിനസ്സിൽ നിന്ന് എനിക്ക് നടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എൻക്വയറീസ് എനിക്ക് ഒരുപാട് ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷേ എനിക്കിത് ഒരിക്കലും ഇത് ഓൺലൈനായിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ അകത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. വന്ന് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കുകയോ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തിരുവനന്തപുരം ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അത്യാവശ്യം എറണാകുളത്തുള്ളവർക്ക് ചിലരുടെ കയ്യിൽ കൊടുത്തൊക്കെ വിട്ടിട്ടുണ്ട്. അത്രയും ദൂരെയൊക്കെ ഞാൻ മാക്സിമം ചെയ്തു കൊടുത്തിട്ടുള്ളൂ. അത് ഇത്തിരി റിസ്ക് ഉള്ള പരിപാടിയാണ് കൊടുത്തു വിടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത് തിരുവനന്തപുരം തന്നെയാണ്. ഇത് ചെറിയ ബോട്ടിലുകളിലും വലിയ ബോട്ടിലുകളിലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ മാക്സിമം ചെയ്യുന്നത് ഇത്ര വലിപ്പത്തിലുള്ള ബോട്ടിലുകളിലാണ്. ഇതാകുമ്പോൾ ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കാനും മറ്റും എളുപ്പമായിരിക്കും. റേറ്റ് 500 to 1600 വരെയാണ്. പിന്നെ ഇതിനുള്ളിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് വില വ്യത്യാസം വരും. ഇപ്പോൾ റെസിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ, കാരണം അതിൽ കുറച്ചും കൂടെ വർക്ക് വരുന്നുണ്ട്, റെസിൻ്റെ വർക്കൊക്കെ വരുമ്പോഴത്തേക്ക്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ കസ്റ്റമറിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഡ്രീം എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത ഘട്ടം, അതായത് പലുടേറിയം പോലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്.